ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ രാവിലെ എറണാകുളത്ത് നിന്ന് വന്നതാണ്. അപ്പോൾ കുറച്ച് ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഭയങ്കര എനർജിയും എക്സൈറ്റ്മെന്റ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ചാർജായി. അപ്പൊ ഭയങ്കര സന്തോഷം തോന്നുന്നു എല്ലാവരും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അപ്പൊ ഈ ഒരു ആവേശം ഭയങ്കര സന്തോഷം നൽകുന്നു. നിങ്ങൾ എല്ലാവരും വിജയിച്ച് വന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഒരു എനർജി ഓൾറെഡി ഉണ്ട്. ഈ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചെറിയ ഉറക്കക്ഷീണത്തിലേക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വന്ന് ഫുൾ ഓൺ ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇതൊക്കെ തന്നെയാണ് ഈ പ്രോഗ്രാമിന്റെ ഒക്കെ ഒരു വിജയം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. എല്ലാവരും അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇവിടെ ഈ പഠിച്ച് മാർക്കൊക്കെ വാങ്ങി ഇങ്ങനെ എത്തിയത്. അപ്പൊ അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നതും, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ വന്ന് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് നിങ്ങൾക്ക് അംഗീകാരത്തിന് അപ്രീഷിയേറ്റ് ചെയ്യുക, നേരിട്ട് ഒന്ന് അനുമോദനങ്ങൾ അറിയിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണല്ലോ. ഞാനും നിങ്ങളെപ്പോലെ ഇതുപോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വേദിയിലൊക്കെ വന്നിരുന്നിട്ടുണ്ട്, ഈ പറയുന്ന A+ ഒക്കെ പറയുന്ന പോലെ. അപ്പോ എനിക്ക് നിങ്ങൾ ഉണ്ടാവുന്ന ആ സ്നേഹവും ആ വികാരവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. മുമ്പത്തെ പാലക്കാട് ഇതേ ഒരു ഫംഗ്ഷന് പോയപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിൽ കൂടുതലൊന്നും ഇവിടെയും പറയാനില്ല. അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. ഇതൊരു ലോങ് ജേണിയാണ്. നമ്മളൊരു വലിയ ഓട്ടത്തിന്റെ ഇടയിലാണ്. അപ്പോൾ പറയുന്ന പോലെ 10ാം ക്ലാസ് എത്തുമ്പോൾ എല്ലാവരും പറയും 10ാം ക്ലാസ് പാസ്സായ ജീവിതം സെറ്റിലായി എന്ന് പറയും. 10ാം ക്ലാസ് നല്ല മാർക്ക് മേടിച്ചു കഴിയുമ്പോൾ പറയും +2 കൂടെ പാസ്സായ സെറ്റായി എന്ന് പറയും. +2 നല്ല മാർക്ക് മേടിച്ചു കഴിയുമ്പോൾ പറയും എൻട്രൻസിന് നല്ലൊരു മാർക്കും കൂടെ മേടിച്ച നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടിയ സെറ്റിലായി എന്ന് പറയും. എൻട്രൻസിന് കയറി നല്ല മാർക്ക് മേടിച്ച് നല്ല കോളേജിൽ എത്തി കഴിയുമ്പോൾ അവിടെ നന്നായിട്ടൊന്ന് പഠിച്ച് നല്ല ഏതെങ്കിലും കമ്പനിയിലൊക്കെ പ്ലേസ്മെന്റ് കിട്ടിയ സെറ്റിലായി എന്ന് പറയും. പ്ലേസ്മെന്റ് കിട്ടി കഴിയുമ്പോൾ പറയും M.Tech MBA അങ്ങനെ ഏതെങ്കിലും ഇല്ലാതെ ഈ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. അതിനപ്പോൾ ഏതിനെങ്കിലും പോകണമെന്ന് പറയും, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് പറയും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇനി ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടിയാൽ തന്നെ അവിടെ എത്തി കഴിയുമ്പോൾ ഈ പറയുന്ന AI ഈ പറയുന്ന കണ്ടന്റ് എക്സ്പ്ലോഷനൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കോമ്പറ്റീറ്റീവായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടെയും തുടർന്നിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് ആവശ്യമുണ്ട്. അങ്ങനെയുള്ളൊരു അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആണ്, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്തായാലും പക്ഷെ ഈ പോകുന്ന ഓട്ടത്തിനിടയിൽ ഇതുപോലുള്ള ഓരോരോ പിറ്റ് സ്റ്റോപ്പുകളും, ഇതുപോലെ നമ്മളിങ്ങനെ മാരത്തൺ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ 2 കിലോമീറ്റർ ഓടുമ്പോഴും റിഫ്രഷ്മെന്റ് തരും, ഓറഞ്ചോ ഗ്ലൂക്കോസ് ഒക്കെ തരും. അപ്പൊ അതുപോലത്തെ ഒരു ഓറഞ്ചോ ഗ്ലൂക്കോസോ ആയിട്ട് ഇതിനെ കാണുക എന്നുള്ളത് തന്നെയാണ്. ഇതും കൂടെ ഇവിടെ തീരുന്നില്ല, ഇതൊരു ലോങ് ട്രാവൽ തന്നെയായിരിക്കും. പക്ഷെ അതിൽ നമ്മൾ അങ്ങനെ ഈ ഒരു ഊർജവും ഈ ഒരു ആവേശത്തോടെ കൂടെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ഈ പറയുന്ന നിങ്ങളുടെ ജീവിതയാത്രയിലും നിങ്ങളാക്കി മാറ്റുന്നത്. നിങ്ങൾ എവിടെ എത്തിച്ചേരണമെന്ന് നിങ്ങളെ മാറ്റുന്നത് അത് തന്നെയായിരിക്കും. ഒരിക്കലും ഇതൊരു ഷോർട്ട് ടേം ജേർണി അല്ല, ഇതൊരു ലോങ് ടേം ഗോളുകളൊക്കെ തന്നെ വെച്ചിട്ട് എല്ലാവരും മുമ്പോട്ട് പോവുക. ഈ ആവേശം നിങ്ങൾ തുടർന്നും കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വിജയങ്ങളായിരിക്കും. വലിയ സ്വപ്നങ്ങൾ കാണുക, നിങ്ങളെ തന്നെ ചലഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ കാണുക. അങ്ങനത്തെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആവേശത്തോടെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത തലത്തിലുള്ള തലങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു ആവേശം, ഈ ഒരു പിറ്റ് സ്റ്റോപ്പ്, ഇവിടുന്ന് കിട്ടിയ ഈ ഗ്ലൂക്കോസും ഓറഞ്ചും വളരെ സന്തോഷത്തോടെ നിങ്ങളിത് നേടിയെടുത്തതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെ ഏൺ ചെയ്തതാണ്. ഇത് നിങ്ങൾ സന്തോഷിക്കുക. ഇതിൽ പരമാവധി ഈ ഒരു ആഘോഷം നിങ്ങൾ ആഘോഷമാക്കി മാറ്റുക. ഈ വിജയം നിങ്ങൾ ആഘോഷമാക്കി മാറ്റുക. പക്ഷെ തുടർന്നും ഇത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് പറ്റാവുന്നത്രോളം കാലം ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ എൻ്റെ ആണെങ്കിലും സിനിമയിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം രക്ഷപ്പെട്ടു, ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല എന്നുള്ളതല്ല. സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് കൂടുതൽ പണിയെടുക്കേണ്ട വന്നിട്ടുള്ളത്. സിനിമയിൽ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നന്നായിട്ട് റെലവെന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നതിന് കുറച്ചധികം സിനിമയിൽ എത്തുന്നതിനേക്കാളും കൂടുതൽ ജോലി ചെയ്യേണ്ടത് വന്നത് സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടാണ്. അപ്പൊ അത് എന്നും അങ്ങനെ തന്നെയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ ഇതില് കട്ടയ്ക്ക് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു അച്ചീവ്മെന്റ് നിങ്ങൾ എല്ലാവരും ആഘോഷിക്കുക. ഇനി ഫുൾ A+ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതായിരിക്കില്ല നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നതായിരിക്കില്ല. ചിലപ്പോൾ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനോ, ചിലപ്പോൾ നല്ലൊരു ആർട്ടിസ്റ്റോ, നല്ലൊരു കലാകാരൻ ആര് വേണമെങ്കിലും ആവുന്നതും നിങ്ങളിലൊക്കെ ഉള്ള ഒരാൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കിട്ടാത്തവരാരും വിഷമിക്കരുത്. നിങ്ങൾ ആരും കഴിവ് കുറഞ്ഞവരോ കൂടിയവരോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ മാനദണ്ഡം.
ഇത് എന്താ പറയുക, മാർക്ക് മേടിക്കുക എന്നുള്ളത് നമ്മൾ കാലാകാലങ്ങളായിട്ടുള്ള ഒരു 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 നിയമമായതുകൊണ്ട് മാർക്ക് മേടിക്കുന്നവരെ അംഗീകരിക്കുന്നു, മാർക്ക് മേടിക്കാത്തവരെ അംഗീകരിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ മാർക്ക് മേടിക്കാത്തവരാരും മോശക്കാരായിട്ട് നിങ്ങൾ ആരും കാണരുത്. മാർക്ക് മേടിക്കാത്തവരും കഴിവുള്ളവരും അവരുടെ ഉള്ളിലും വലിയ വിജയങ്ങൾ നേടാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക, എല്ലാം നല്ലതിന് വേണ്ടിയാണ് തന്നെ കാണുക. നമ്മൾ എന്താണ് ആയി തീരേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അതിനു വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കും. വലിയ സ്വപ്നങ്ങൾ കാണുക. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും വിജയിച്ചവർക്കും വിജയിക്കാത്തവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ഈ പറയുന്ന ഇങ്ങനൊരു വേദി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇത്രയും എഫേർട്ട് ഇട്ട് സംഘടിപ്പിച്ച ഇത്രയും ബഹുമാനപ്പെട്ട നിങ്ങളുടെ MLA മന്ത്രിക്കും ഷംസുദ്ദീൻ സാറിനുമുള്ള അഭിനന്ദനങ്ങൾ ഈ വേദിയിൽ അറിയിക്കുന്നു. ഇതുപോലെ അപ്രിസിയേഷൻസ് കിട്ടുമ്പോൾ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ പറയുന്ന മുന്നോട്ടുള്ള പോക്കിൽ ഇനിയും മോട്ടിവേഷനും കോൺഫിഡൻസും ഇൻസ്പിറേഷനും നിങ്ങൾക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു വേദിയും ഇത്രയും വർണ്ണശബളമായ ഒരു വേദി നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ആൾക്കാരെ ഇവിടെ എത്തിച്ച് ഇത്ര എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതിലും വലിയ കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒപ്പം ഈ പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്നുണ്ടാവുന്നു എന്നുള്ളത് കൂടി നിങ്ങൾക്കും ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഒരു ഇനിഷ്യേറ്റീവിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി തിരിച്ച് എറണാകുളത്തിന് ഇന്ന് രാത്രി തന്നെ പോകണം. പോയിട്ടിന്ന് കളി കാണാനുള്ളതാണ്. ഇന്ന് രാത്രി എൻ്റെ ടീം പണ്ടേ പുറത്തായി. അതുകൊണ്ട് ഇന്നിപ്പോ വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ആരെ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ ജർമ്മനി ആയിരുന്നു. ജർമ്മനി തുടക്കത്തിൽ തന്നെ പോയി. അതുകൊണ്ട് പിന്നെ ജർമ്മനിക്ക് പകരം പിന്നെ ഫ്രാൻസിനെ പിടിക്കാന്ന് വിചാരിച്ചു. ഫ്രാൻസും പോയി. ഇനിയിപ്പോ ആരെങ്കിലും പിടിക്കണം. അതെ, മന്ത്രിയുടെ ബ്രസീലായിരുന്നു. എന്തായാലും കളി കാണണം. എന്തായാലും കളി കാണാതിരിക്കുന്നതിന് മാത്രമല്ല, നാളെ അവധിയും കൂടെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കളി കാണാം. ഇനിയിപ്പോ ആരും വന്ന് വീട്ടുകാര് അച്ഛനമ്മയൊന്നും പറയില്ല നാളെ സ്കൂളിൽ പോകാണ്ട് പോയി കിടന്നുറങ്ങ് എന്ന് ആരുടെ അടുത്തും പറയുന്നത് കേൾക്കേണ്ട വരില്ല. സന്തോഷമായിട്ട് അങ്ങനെ ഞെളിഞ്ഞിരുന്ന് കാണാം. ആരെങ്കിലും വന്നാൽ എന്തേ നാളെ ക്ലാസ് ഇല്ലല്ലോ പിന്നെന്താ എന്ന് ചോദിക്കാം. അപ്പോ കുട്ടികളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം ഫുട്ബോൾ എന്ന് പറയുന്ന കളിയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിൽ ഒരു വേൾഡ് കപ്പ് ഫുട്ബോളിന് ശേഷം ഒരു അവധി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത്രയും ഫുട്ബോളിനെ ആരാധിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ട്. അപ്പൊ കേരളത്തിൽ മാത്രമേ അവധിയുള്ളൂ, സ്വാഭാവികം. അപ്പോ എന്തായാലും അതിനും കുട്ടികളുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അവാർഡൊക്കെ മേടിച്ച് എല്ലാവരും വീട്ടിൽ പോയി ഫുട്ബോൾ കളിയൊക്കെ കണ്ട് കുറച്ച് ലേറ്റായിട്ട് സുഖമായിട്ട് ഉറങ്ങി നാളെ എപ്പോഴെങ്കിലേക്ക് എണീറ്റ് സന്തോഷത്തോടെ ഇരിക്കും. ഓക്കെ, താങ്ക് യു.